നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുകയാണ്. ജാമ്യ ഹർജിയുമായിട്ട് ഒടുവിൽ അറസ്റ്റായ 2 പേര് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുള്ളി പറഞ്ഞത്, ഗോവർദ്ധൻ പറഞ്ഞത്, അദ്ദേഹം ജാമ്യ ഹർജിയിൽ ഒരുപാട് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അപ്പോൾ SIT ഭീഷണിപ്പെടുത്തി, അവർ സ്വർണം കൈക്കലാക്കി, അങ്ങനെ ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഗോവർദ്ധൻ മറ്റു പല കാര്യങ്ങളും കൂടി പറഞ്ഞത് കേട്ടായിരുന്നോ? ഈ പറയുന്നത് പോലെ ഞാൻ വലിയൊരു അയ്യപ്പ ഭക്തനാണ്. ഞാൻ ശബരിമലയിൽ നിന്ന് എടുത്ത സ്വർണം അതിനേക്കാളും അപ്പുറം ഞാൻ തിരികെ കൊടുത്തു പലപ്പോഴായിട്ട്. ഒരുപക്ഷെ അന്നദാനവുമായി ബന്ധപ്പെട്ട് സ്വർണം അല്ലാതെ തന്നെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഗോവർദ്ധൻ ഇപ്പോൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ കുറ്റബോധം കൊണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാളും അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ വലിയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം ഗോവർദ്ധൻ താൻ തെറ്റുകാരനല്ല, തന്നെ വെറുതെ വിടണം, താൻ അയ്യപ്പ ഭക്തനാണ്, തിരികെ എല്ലാം കൊടുത്തേ എന്ന് എല്ലാം. ഇതിനിടയിൽ പല ആൾക്കാരുണ്ട്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, അടക്കം പല കാര്യങ്ങളും ഗോവർദ്ധൻ ഇപ്പോൾ പറയുമ്പോൾ മറ്റു ചില ആൾക്കാർ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ വാസുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വാസു ഇപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിൽ എന്നുള്ളതാണ് വരുന്ന സൂചനകൾ. കാരണം ശാരീരികമായിട്ട് അദ്ദേഹം വല്ലാത്ത അവസ്ഥയിലാണ്. പത്മകുമാറും അതുപോലെ തന്നെ ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വരുന്ന സൂചനകൾ. അപ്പോൾ തികച്ചും അയ്യപ്പ കോപം ഇവരുടെയൊക്കെ മുകളിൽ പതിച്ചോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇനി എത്ര നാൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പോറ്റി ഇന്ന് നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ SITയുടെ മുന്നിൽ പറഞ്ഞു. പോറ്റി വീണ്ടും റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു SIT. പോറ്റി ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ SITയുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്വർണം തന്നിലേക്ക് ഏൽപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് മുഴുവനും തീരുമാനിച്ചെടുത്ത കാര്യമാണ് എന്നുള്ളത് വലിയൊരു നിർണായകമായിട്ടുള്ള തെളിവാണ് പോറ്റി ഇന്ന് SITക്ക് കൊടുത്തിരിക്കുന്നത്. ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോടതി ചോദിച്ചപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പോറ്റിയെ ഇപ്പം റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വീണ്ടും. അതായത് പോറ്റി പറഞ്ഞിട്ടുള്ള തെളിവ് ഇത് ഒറ്റ ഒരു കാര്യം മതി ഇനി ശങ്കർദാസിനെയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ. ദേവസ്വം ബോർഡ് മറ്റംഗങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്ന് പോറ്റി പറയുന്നു. ഇതുവരെ മിണ്ടാത്ത ഒരു പുതിയ വെളിപ്പെടുത്തലാണ്. അങ്ങനെയെങ്കിൽ ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും നീ തിരി. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ശങ്കർദാസിന് സുഖമില്ല, മറവി രോഗമാണ്, അല്ലെ അദ്ദേഹത്തിന് തീരെ വയ്യായികകളുണ്ട്, അസ്വസ്ഥതയുണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി പല നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ എത്ര നീക്കം നടത്തിയാലും അത് അറസ്റ്റിലേക്ക് തന്നെ കലാശിക്കും. കാരണം അറസ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. മറ്റുള്ള ബോർഡ് അംഗങ്ങളിലേക്കും കൂടെ ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ബോർഡ് അംഗങ്ങളെയും പിടിച്ച് ജയിലിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഗോവർദ്ധന് പിടിച്ച് നിൽക്കാൻ പറ്റാതെ തന്നെ ഗോവർദ്ധൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു. പങ്കജ് ഭണ്ഡാരി അയാളും ഏറെക്കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇദ്ദേഹത്തിലേക്ക് വന്ന സ്വർണം 416 ഗ്രാമോളം സ്വർണം എങ്ങോട്ടേക്ക് പോയി, ബിസ്ക്കറ്റുകളാക്കി പല ആൾക്കാരിലേക്ക് എത്തി എന്നുള്ളതും അതിൽ ഗോവർദ്ധൻ ഒരു ഭാഗം വാങ്ങി എന്നുള്ളതും ഒക്കെ വരുന്നുണ്ട്. ഗോവർദ്ധൻ പോറ്റിക്ക് അയച്ച കുറച്ച് പൈസയുടെ തെളിവുകളടക്കം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഈ സ്വർണത്തിൻ്റെ ഈ തുകകളല്ലാണ്ട് കോടികളുടെ തിരിമറി ഗോവർദ്ധനിലൂടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ SIT സംശയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അധികം ആധാരം നമ്മുടെ രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയാണ്, അന്താരാഷ്ട്ര ബന്ധം. അത്തരത്തിലുള്ള ഒരു ബന്ധം ഗോവർദ്ധനിലേക്കും പങ്കജ് ഭണ്ഡാരിലേക്കും ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും പറയുന്ന, ഗോവർദ്ധൻ ഒരുപക്ഷെ ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം ഞാൻ തിരികെ കൊടുത്തു, എൻ്റെ കയ്യിൽ നിന്നും SIT ഇപ്പം ആൻസി പറഞ്ഞതുപോലെ SIT ഇത്ര ലക്ഷം രൂപ പിടിച്ചെടുത്തു, ഇനി എനിക്കൊന്നുമില്ല, ഞാൻ എല്ലാം തിരികെ കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറവും ഞാൻ തിരിച്ച് അയ്യപ്പന് കൊടുത്തു എന്നുള്ള തരത്തിൽ ഒരു വീരവാദം മുഴക്കുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അതിബുദ്ധിയായിരിക്കാം, രണ്ടാമത് ഈ പറഞ്ഞതുപോലെ അയ്യപ്പ കോപം തന്നിലേക്ക് വരുമെന്നുള്ള ഒരു പേടി കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് സ്പ്രെഡ് ചെയ്ത് നീക്കം നടത്താതിരിക്കാനായിരിക്കാം. പക്ഷേ കോടതിയോ SIT ഇത് വിശ്വസിക്കുന്നില്ല. കാരണം അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ളത് ഓരോ തവണയും ക്വസ്റ്റ്യൻ ചെയ്യലിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ അരിച്ചെടുത്ത സ്വർണത്തിൻ്റെ തുകയല്ല. ശബരിമല സ്വർണം പുറത്തേക്ക് പോകരുത് എന്നുള്ളത്
കോടതിയുടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഒരു തീരുമാനമാണ്. ശബരിമല സ്വർണ്ണം അങ്ങനെ പുറത്ത് പോയിക്കൂടാ, പോകാൻ പാടില്ല. പക്ഷേ ഇതിനെയെല്ലാം കവർ ചെയ്തുകൊണ്ട് എങ്ങനെ ശബരിമല സ്വർണം പുറത്തേക്ക് പോയി, സ്വർണം ഉരുക്കിയത് ഉരുക്കി എങ്ങനെ പുറത്തേക്ക് കടത്തി? ഇത് ഒരു പോറ്റിയുടെ അതിസാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ തന്ത്രിയുടെ സാമർഥ്യം കൊണ്ടോ വാസുമൂലോ മുരാരിയോ പത്മകുമാറോ ഇവരൊന്നും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഇവർ ഇത്രയും പേരും കൂടെ ചേർന്നാൽ പോലും ശബരിമല സ്വർണം അങ്ങനെ കൊള്ളയടിക്കാൻ പറ്റില്ല. മുഴുവൻ ബോർഡ് അംഗങ്ങൾ വിചാരിച്ചാലും ഇത് നടക്കത്തില്ല. കാരണം ഇതൊരു അന്താരാഷ്ട്ര ബന്ധം. അത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര ബന്ധത്തിലേക്ക് ശബരിമല സ്വർണം പോകണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും അവർക്ക് വലിയൊരു പിൻബലം കൊടുക്കണം. പിൻബലം കൊടുക്കാതെ ഈ രാജ്യത്തിന് പുറത്തേക്ക് സ്വർണം പോകില്ല. അതിന് നേരെ തിരിയുന്ന സർക്കാരിലേക്കാണ്. പത്മകുമാർ പറഞ്ഞു വെച്ചിടത്താണ് ഇപ്പോൾ പോറ്റി പറയുന്നൊരു കാര്യം. പത്മകുമാർ എന്താണ് പറഞ്ഞത്? തന്ത്രിയെയും മന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന്. തന്ത്രിയെയും മന്ത്രിയെയും ചോദ്യം ചെയ്യണം. അപ്പം തന്ത്രിയിലൂടെ മന്ത്രിയിലേക്ക് എങ്ങനെ പോയി? മന്ത്രി ആര്? ചിലർ ദൈവതുല്യരാണ്, എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. ഇത് തന്നെയാണ് പോറ്റി ഇപ്പോൾ പുതിയ മൊഴി കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുഴുവനുമായി എടുത്ത തീരുമാനം, അതിന് മുകളിലുള്ളവരെടുത്ത തീരുമാനം, അവർ എന്നെ വെച്ചു അത് മുതലാക്കി, എന്നെ നിർത്തിക്കൊണ്ട് അത് കാര്യം സാധിച്ചു. 2019 അതിന് മുന്നേ പോറ്റി അവിടെയുണ്ട്. അപ്പോൾ പോറ്റിയെ ആരാണ് അവിടെ കൊണ്ടുവന്നത്? ഒരു സാധാരണ വെട്ടിപ്പ് തട്ടിപ്പ് നടത്തുന്ന ഒരു പോറ്റിക്ക് ശബരിമലയിൽ ഇത്രയധികം സ്വാതന്ത്ര്യം നൽകി കൊണ്ടുവന്നത് നിസ്സാര കാര്യത്തിനല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? അപ്പോൾ അതൊരു തന്ത്രി വിചാരിച്ചാലോ ദേവസ്വം ബോർഡിലെ ഒരു അംഗം വിചാരിച്ചാലോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് വിചാരിച്ചാലോ നടക്കുന്ന കാര്യമല്ല. അതിനും പിന്നാമ്പുറത്ത്, അതിനും വലുതായിട്ട് മറ്റാരുടെയൊക്കെയോ കൈകൾ ചരടുവലികളുണ്ട്. ഇനി അധികം നാൾ പത്മകുമാറിനോ മുരാരി ബാബുവിനോ വാസുവിനോ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. വേറെ ഏത് അഴിമതിയും ഒരു പക്ഷേ ജനം പൊറുക്കും, ജനം ചിലപ്പോൾ കണ്ണടയ്ക്കും. പക്ഷേ ശബരിമല പോലുള്ള ഒരു വിഷയത്തിൽ സ്വർണ്ണക്കൊള്ള ചെയ്തു, അവിടെ കട്ടെടുത്തു എന്നുള്ളത് വരുമ്പം കാലാകാലങ്ങളിലായ തലമുറകളോളം കള്ളന്മാരെന്നൊരു ദുഷ്പേര് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഇതിലേക്ക് പോവാതിരിക്കാൻ ഒരു പക്ഷേ ഇവരിനി കുറ്റസമ്മതം നടത്തിയേ പറ്റൂ. ഇവർക്കിനി അത് പൂർണ്ണമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതവർ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇവർ സ്വമേധയ ചെയ്തതാണെങ്കിൽ അങ്ങനെ. ഇവരെയും കൊണ്ട് ആരൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ തലത്തിൽ നിന്നായിരിക്കും ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഇനി ഇവർ കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരാണ്? മന്ത്രിയാണ്. മന്ത്രി എവിടെയാണ്? സർക്കാരാണ്. അപ്പോൾ അത്തരത്തിലേക്കാണ് ഇപ്പോഴത്തെ നീക്കം. ഏതായാലും വലിയ കഠിനമായ ഒരു നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ നമ്മൾ നോക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം വമ്പൻ സ്രാവുകൾ വീണിട്ടുണ്ട്, ഇനിയും വമ്പൻ സ്രാവുകൾ വീഴാതിരിക്കുന്നത്. ശങ്കർദാസിനെ അടക്കം ജയിലിലാക്കാതിരിക്കാൻ പല രീതിയിലും അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വാസുവിന് സുഖമില്ല, ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയാണ്. പോലീസ് ആരുടെയാണ്? പിണറായി സർക്കാരിൻ്റെ പോലീസാണ്. ഒരു പക്ഷേ പിടിച്ച് നിൽക്കാനാവാതെ ഇവരുടെയൊക്കെ ജീവന് വരെ ചിലപ്പോൾ ആപത്തുണ്ടായെന്ന് വരാം. നാളെ ഇവരിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതും അറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പതിഞ്ഞ് പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത് ഒരു വിഷയം. രണ്ടാമത് അയ്യപ്പ കോപം എന്നുള്ളത് ഇവരുടെയൊക്കെ ജീവിതത്തെയും ഇവരുടെയൊക്കെ മാനസികാവസ്ഥയെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതും അറിയില്ല. അപ്പോൾ അത്തരത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു വലിയ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഒരു പക്ഷേ ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ SIT എത്തിയിരിക്കുകയാണ്. ഇനി SITക്ക് ഇത് ഒരു ഭാഗത്തൊന്നും ആലോചിച്ച് നോക്കുക, EDയുടെ അന്വേഷണം ഇന്ന് തുടങ്ങുകയാണ്. ഒരു ഭാഗത്ത് ED അരിച്ചു പെറുക്കുന്നു, മറുഭാഗത്ത് SIT. അപ്പോൾ ആ രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു തരത്തിലും അണയ്ക്കാൻ പറ്റാത്ത രീതിയിൽ പിണറായി സർക്കാരിനെ പിടിമുറുക്കി എന്നത് തന്നെ വേണം. ഇടയ്ക്ക് ഒന്ന് ലാഘവത്തോടെ കണ്ടു, ഇടയ്ക്കൊന്ന് അടിപതറി, ഇടയ്ക്ക് SIT പിന്മാറി. പക്ഷേ ഇപ്പോൾ അതീവ ഗുരുതരമായിട്ട് അതീവ ജാഗ്രതയോടു കൂടിയാണ് SITയുടെ തുടരന്വേഷണം നടത്തുന്നത്. അതിന് ഏറ്റവും അധികം നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ട ഹൈക്കോടതിക്കാണ്. ഒരു നക്കച്ചിക്കാന്ത ഓരോ പോയിന്റും എതിർത്തുകൊണ്ടാണ്. ഇതിനെനിക്ക് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ N വാസു പറഞ്ഞത് ചെമ്പ് ആണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു, ഈ വിജയമല്യ കൊടുത്തത് സ്വർണത്തിന് തെളിവുണ്ടോ എന്നുള്ളത്. അപ്പോൾ SITക്കും സർക്കാരിനുമെതിരെ വലിയ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. കാരണം തെളിവില്ല. ആ എഴുതിയേക്കുന്ന രജിസ്റ്റർ മുക്കിയിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്തു?
അട്ടിമറി നടന്നു. ഇത് കൃത്യമായിട്ട് ഹൈക്കോടതിക്ക് മനസ്സിലായി. മാത്രമല്ല ഒരു തെളിവുമില്ല, വിജയമല്യ കൊടുത്തതിന് ഒരു തെളിവ് നമ്മുടെ കൺമുന്നിലുള്ളത് പോലും ഇല്ല എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെളിവില്ല എന്നുണ്ടെങ്കിൽ അത് ചെമ്പായിട്ട് തന്നെ രൂപീകരിക്കും. ഒരുപക്ഷെ വാസും പത്മകുമാർ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്യും. ആ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തി നിന്ന കേസാണ് ഇപ്പോൾ വീണ്ടും പുനരന്വേഷണം ചെയ്തത്. ഹൈക്കോടതി അങ്ങനെ ചോദിച്ചത് വെറും ഒരു ചോദ്യമല്ല, ഹൈക്കോടതിയുടെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടായിരുന്നു. ഇത് SIT കൊടുത്തില്ല, ഇത് സർക്കാർ കൊടുത്തില്ല, പക്ഷേ ഹൈക്കോടതിയുടെ തെളിവുണ്ട്. കാരണം 98-ൽ വിജയമല്യ അത്തരത്തിൽ സ്വർണം കൊടുത്തപ്പോൾ അന്ന് കോടതിയുടെ ഉത്തരവനുസരിച്ച് കോടതിയോട് ദേവസ്വം ബോർഡ് ചോദിച്ചു ഇത്തരത്തിൽ സ്വർണം പൂശിക്കോട്ടെ എന്ന്. കോടതി കാരണം കോടതിയുടെ പരിധി നീക്കിയതാണ് ദേവസ്വം ബോർഡ്, കോടതിയുടെ പരിധി നീക്കിയാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും കോടതിയുടെ ഒരു ഇതില്ലാണ്ട് തീരുമാനമില്ലാണ്ട് കൊടുക്കാം. അപ്പം ദേവസ്വം ബോർഡ് വിജിലൻസ് അടക്കം ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ സ്വർണം പൂശാനുള്ള അനുമതി തേടിയത് കോടതിയിലാണ്. കാരണം അവിടെ അങ്ങനൊരു നിയമത്തിൻ്റെ പരിരക്ഷ അവിടെ ഉണ്ട്. ആ തേടുകയും അപ്പോൾ കോടതി അനുവാദം കൊടുക്കുകയും അപ്പോൾ കോടതി ചോദിച്ചു എത്ര കിലോ സ്വർണ്ണമാണ് തന്നത്, എത്ര ഇതാണ് തന്നത്, എങ്ങനെയാണ് പൂശുന്നത്, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആര് കൊടുത്ത അന്നത്തെ ദേവസ്വം ബോർഡ്, അന്നത്തെ 98-ലെ ദേവസ്വം ബോർഡും വിജിലൻസും കൊടുത്തത് കോടതിയുടെ കയ്യിലുണ്ട്. അത് വെച്ചോണ്ടാണ് കോടതി ചോദിച്ച രേഖ എവിടെയെന്ന്. അത് ദേവസ്വം ബോർഡ് ശബരിമല രജിസ്റ്ററിൽ നിന്ന് വലിച്ചു കീറി കളഞ്ഞിരിക്കാം, പക്ഷേ കോടതിയിൽ നിന്ന് വലിച്ചു കീറി കളയാം. അവിടെയും ഞാൻ പറഞ്ഞ അയ്യപ്പൻ്റെ ഒരു വല്ലാത്തൊരു പ്രഭാവമാണ് നമ്മൾ കാണുന്നത്. എത്ര സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു അതെല്ലാം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് 98-ൽ നടന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ നിന്ന് മുങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ എവിടെ പൊങ്ങി? ഹൈക്കോടതിയിൽ അന്നത്തെ ഇതെടുത്ത് പൊക്കി. ആ ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് സല്യൂട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ രേഖകളും ഹൈക്കോടതിയിലുണ്ട്. ഇനി ഇവർക്കത് മുക്കാൻ പറ്റത്തില്ല. ഇനി വാസു ചെമ്പെന്ന് പറഞ്ഞ ഹൈക്കോടതി പറയും പോടെ ഉവയെന്ന് പറയും. കൃത്യമായിട്ടുള്ള രേഖകൾ ഹൈക്കോടതിയിൽ ഇരിപ്പുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ചുമ്മാ ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ രേഖകളുണ്ടോയെന്ന്. ഇല്ല എന്നുള്ള അറിയാം കോടതിക്ക്, മുക്കുമെന്നുള്ള അറിയാം, അവിടെ ഈ പറയുന്ന അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള കോടതിക്ക് അറിയാം. ഇപ്പോൾ കോടതിയുടെ കയ്യിലുണ്ടെന്നുള്ള കോടതി ഇപ്പോൾ വെളിപ്പെടുത്തുക, പക്ഷേ കോടതിയുടെ കയ്യിലുണ്ട്, കൃത്യമായിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ട്. മാത്രമല്ല ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും കോടതിയിലുണ്ട്. അപ്പോൾ കോടതിയെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, കളിപ്പിക്കാൻ പറ്റത്തില്ല ഇനി. അതുകൊണ്ടാണ് കോടതി രണ്ടാമത് വീണ്ടും എന്തുകൊണ്ടാണ് വമ്മൻ സ്രാവുകളെ പിടിക്കുന്നില്ല എന്നുള്ളത്, ശങ്കർദാസിനെ അടക്കം പിടിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ആര് കൊടുത്തത്, പോറ്റി തെളിവ് ഗോവർദ്ധൻ കൊടുത്തത്. ഗോവർദ്ധൻ എന്താണ് പറയുന്നത്, ദേവസ്വം ബോർഡ് ചേർന്നുള്ള തീരുമാനങ്ങളാണ് ഇതെന്നുള്ളത്. പോറ്റി അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അത് മുകളിലോട്ടുള്ളവരെ പിടിച്ചെങ്കിലും ദേവസ്വം ബോർഡ് അന്നത്തെ കാലത്തെ ആൾക്കാരാണല്ലോ, ഈ പറയുന്ന ശങ്കർദാസും ഈ പറയുന്ന വിജയകുമാറും ഒക്കെ. അപ്പോൾ അവരെ ഇനി അറസ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഏതായാലും ശബരിമല വിഷയം വലിയ ഒരു ട്വിസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. സങ്കീർണതയുമാണ്. അതേപോലെ തന്നെ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ ഇല്ല, ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും. വല്ലാത്ത സ്ട്രെസ്സ് വാസുവിനും പത്മകുമാറിനും ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും. കാരണം ഇനി ഏതാനും ദിവസങ്ങൾക്കകം ഒരു പക്ഷേ ഒരു പുതുവർഷപ്പിറവിയിൽ ശബരിമല അയ്യപ്പൻ തന്നെ തൻ്റെ സ്വർണം കട്ടവരെ കണ്ടെത്താനുള്ള എല്ലാ നീക്കവും നടത്തും എന്നുള്ളതാണ്. കാരണം എത്രമാത്രം മുക്കാൻ ഈ കേസ് ശ്രമിച്ചു, പക്ഷെ അവിടെ നിന്നെല്ലാം വലിയ ആർജവത്തോടാണ് പൊന്തി വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ശബരിമല കേസ് പോകുന്നത്. ഇനി ഇരുവർക്കും ജാമ്യം കിട്ടുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ജാമ്യം അങ്ങനെ കോടതി കൊടുക്കത്തില്ല. ജാമ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുറത്ത് ഈ സ്വാതന്ത്ര്യത്തോടെ വിലസിയിരുന്ന വാസു, അതീവ ആർഭാടമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന വാസു, പത്മകുമാർ, മുരാരി ബാബു, പോറ്റി, ഇവരൊക്കെ ഒന്ന് തുറങ്കിലായി സ്വാതന്ത്ര്യമില്ലാതെ അവർക്ക് എത്ര നാൾ പിടിച്ചിരിക്കാൻ പറ്റും? അപ്പോൾ അവരെ വല്ലാണ്ട് സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. അവരെ പുകച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ളത് പുറത്ത് ചാടിക്കുന്ന രീതിയാണ് കോടതി തീരുമാനിച്ചു. ഇവർ പലപ്പോഴും ജാമ്യം കൊടുത്തു, എസ് ഐ ടി ചിലപ്പം വിടുമായിരിക്കും, പക്ഷെ കോടതി ഇവരെ അകത്ത് തന്നെ ഇടുവാണ്, കസ്റ്റഡിയിലെടുക്കുന്നു. ഒരു തരത്തിലും ജാമ്യം കൊടുക്കാത്ത തരത്തിൽ അവരെ പൂട്ടിയിട്ടേക്കുന്നു. ഇപ്പോൾ വീണ്ടും പോറ്റിയെ കസ്റ്റഡിയിലെടുത്തേക്കുക. അപ്പോൾ ഇത്തരത്തിൽ അവരെ അവിടെ ഇട്ടുകൊണ്ട്, കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിച്ചു ഈ പ്രായമായ വാസു, പത്മകുമാർ, ഇവരൊക്കെ എന്ന് വെച്ചാൽ പ്രായത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇത്രയും വർഷം
സമൂഹത്തിൽ വലിയ ഉന്നത നിലവാരത്തിൽ നിന്നവർ, സമൂഹത്തിലെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചവർ, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചവരെ ജയിലിലിട്ട് അവിടെ ഇട്ട് പുകയ്ക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ചു. അപ്പോൾ അവർക്ക് അധികം നാൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഏറ്റവും അധികം സൂചനകളാണ് ഇപ്പോൾ ജയിലിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. വാസു തീർത്തും ഡിപ്രഷനിലും പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയൊന്നുമല്ല സംസാരിക്കുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും വാസു വല്ലാത്ത അവസ്ഥയിലേക്ക്, അതേപോലെ തന്നെ പത്മകുമാർ ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. അപ്പോൾ അത്തരത്തിലേക്കുള്ളൊരു രീതിയിലേക്കാണ് പോയത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇനി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരത് പൂർണ്ണമായും തുറന്നു പറയും. പത്മകുമാറിൽ അടച്ചിടാം എന്ന് വിചാരിച്ച SITക്ക് ഒരു തരത്തിലും പറ്റാതെ മുമ്പോട്ട് അടിച്ചോടിച്ച് വിടുന്ന രംഗമാണ് ഹൈക്കോടതിയുടേത്. പത്മകുമാറിൽ അങ്ങ് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് വെച്ചത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും വലിയ വമ്പൻ സ്രവങ്ങളാണ് വീണിരിക്കുന്നത്. ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നിന്നത്. സ്വർണ്ണമൊക്കെ തിരികെ കൊടുത്ത് രക്ഷപ്പെട്ടു. പക്ഷേ അത് അവിടെ കൊണ്ട് നിന്നില്ല. ഗോവർദ്ധൻ ഇന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും തത്ത പറയും പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും അദ്ദേഹം ഈ പറഞ്ഞത് കൂടാതെ മറ്റു പല അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കും ഈ സ്വർണ്ണ കള്ളക്കടത്തിലേക്ക് ഇദ്ദേഹം മീഡിയേറ്ററായിട്ട് നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി SIT കണ്ടെത്തുന്നത്.